ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുട്ടി വീഡിയോ എന്ന് പറഞ്ഞത് ഒരു 5-6 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നും ഇടുന്ന വീഡിയോക്കാൾ ലെങ്ത് കുറവാണ്. അപ്പോൾ ഇന്നലത്തെ രാവിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റ് എന്താ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കുന്നതൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോയും ഇല്ല. അങ്ങനെ കുറച്ച് വീട്ടു ജോലികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മോൾക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. പതിവില്ലാതെ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അവൾക്ക് ഇന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട്, അതായത് ഒരു 1-2 മാസം അടുപ്പിച്ചിട്ട് അവൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നലെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചോറ് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട്, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ ചോറൊക്കെ വെച്ചാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു കേട്ടോ. തലേന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമല്ലോ, ഇന്നതുപോലെ കൊടുത്തു വിടാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നോക്കുമ്പോൾ പച്ചക്കറി ഒന്നുമില്ല, ആകെ ഉള്ളത് ക്യാരറ്റും കുറച്ച് ബീട്രൂട്ട് വാടിയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് എന്തായാലും കുറച്ച് കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും നല്ലപോലെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ വിചാരിച്ചു ക്യാരറ്റ് തോരൻ വെച്ച് കൊടുത്തുവിടാം. പിന്നെ മുട്ട ഇരിപ്പുണ്ട്, അതും പൊരിച്ച് എന്തെങ്കിലുമൊക്കെ രസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തലേന്ന് കുറച്ച് മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അത് ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് ഇന്നലത്തെ ആ മാങ്ങ ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതും കൂടി വെച്ച് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് ക്യാരറ്റും മാങ്ങയും കൂടെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് പുള്ളിക്കാരത്തിക്ക് ആ മാങ്ങ ചമ്മന്തിയും കൊണ്ടുപോകണം. ആ ക്യാരറ്റും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഒരുപാട് തലേന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ ആയിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നാക്കൊക്കെ അടർന്നു പോയി. ഉപ്പും പുളിയും കൂടെ ചേരുന്നതല്ലേ, ചില കൊച്ചുങ്ങൾക്ക് അത് പിടിക്കത്തില്ല. നമുക്കാണെങ്കിലും ഉപ്പും പുളിയും അധികം ചെന്ന് കഴിഞ്ഞാൽ നാക്കും അതുപോലെ വായുടെ കവളൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊരു എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എരിവ് പോലെ തോന്നും. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അങ്ങനെ ഒന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് വന്നതാണ്. അപ്പോൾ പിന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടത് അതൊന്നും വേണ്ട. പിന്നെ കുറച്ച് മാങ്ങ, എന്തായാലും മാങ്ങ ചമ്മന്തി അരച്ചുകൊണ്ട് പോകണം. തേങ്ങയുടെ കൂട്ടത്തിയിട്ട് മാങ്ങ അരക്കത്തില്ലേ, അങ്ങനെ ഇട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു തേങ്ങയും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള ചമ്മന്തിയും കൂടെ അരച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. വേവോന്നൊക്കെ ഉള്ളത് എൻ്റെ സംശയമായിരുന്നു കേട്ടോ അരി. കാരണം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ പറയുന്നത് എനിക്ക് ചോറ് കൊണ്ടുപോകണമെന്ന്. അപ്പോഴത്തേക്ക് പിന്നെ അരി വേകുമെന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. എങ്കിലും ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ ഒരു മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മാങ്ങ ചമ്മന്തി എന്ന് പറയുമ്പോൾ ആ ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് വരണം, ആ ഒരു പുളിയൊക്കെ വരണം. കണ്ടമാനം അങ്ങ് പുളിപ്പ് ചേർക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് മാങ്ങ അങ്ങോട്ട് പൂളി എടുത്ത് കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും അതുപോലെ പച്ചമുളകാട്ടോ. ഈ മാങ്ങ ചമ്മന്തിക്ക് എപ്പോഴും നല്ലത് പച്ചമുളകാണ്. മുളക് പൊടി ഈ വാപ്പാക്കാണെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് വേണം ചമ്മന്തി അരയ്ക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി അരച്ചത്. നല്ല ടേസ്റ്റാണ് നമുക്ക്. ശരിക്കും ഞാനിത് കഴിച്ചത് നോമ്പ് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ വാപ്പായും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയാണ് കഴിച്ചത്. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്കങ്ങനെ തോന്നി. ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചമ്മന്തിയും കൂടെയൊക്കെ അരച്ച് അപ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് താമസിച്ചിട്ടാണ് ഇന്നലെ സ്കൂളിൽ പോയത്. ഒരു 9:40 ആയി കാണും കേട്ടോ പോയപ്പോഴത്തേക്ക്. അങ്ങനെ മാങ്ങ ചമ്മന്തിയും വെച്ചു. നല്ല ചൂട് ചോറാട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല നമുക്കൊരു പൊതി കെട്ടി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് നോമ്പല്ലേ, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, മാങ്ങ ചമ്മന്തിയും പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കലക്കി പൊരിച്ചെടുത്തിട്ടുള്ള മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് തോരന് സൈഡായിട്ട് ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാനായിട്ട് നിന്നില്ലേ. അപ്പോൾ ക്യാരറ്റ് തോരന് കുറച്ച് കൊച്ചിന് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ക്യാരറ്റ് തോരനിൽ അരപ്പൊന്നും ഞാൻ അരച്ചിടാതെ ചുമ്മാ തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു തട്ടിക്കൂട്ട് തോരനൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഒരു ലഞ്ച് അങ്ങോട്ട് തയ്യാറാക്കി ചൂടുവെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ പുള്ളിക്കാരത്തിക്ക് കൊടുത്ത് പുള്ളിക്കാരി റെഡിയാക്കി നിർത്തിയിട്ടാട്ടോ ഞാൻ വന്നിട്ട് ചോറിട്ടത്. ഇതിപ്പോൾ ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഒരുക്കി നിർത്തിയതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്ന് ചോറിടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു വെപ്രാളം പോലെയാണ് കേട്ടോ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അത് ചെയ്യും ഇത് ചെയ്യും, ഒന്നും നടക്കത്തുമില്ല സമയത്ത്. അപ്പോൾ കൊച്ചിനെ റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ നേരെ വന്ന് ചോറൊക്കെ ഇട്ട് റെഡിയാക്കി അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കി. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു മനംമാറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൊണ്ടുപോയാൽ കൊള്ളാം എന്നൊക്കെ തോന്നി. പക്ഷേ ഞാൻ കൊടുത്തു വിട്ടാൽ വീണ്ടും പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കൊടുത്തു വിട്ടില്ല. കൊച്ചിനെ കൊണ്ടാക്കി വന്ന് പിന്നെ വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടതിന് ശേഷം തറയൊക്കെ ഒന്ന് തുടച്ചായിരുന്നു. ഇന്നലെ പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഖുർആൻ ഓതാനും ഒക്കെ ആയിട്ടങ്ങ് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.